ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നോക്കുന്നത്. ബഡ്ജറ്റിലൊക്കെ വരാനിരിക്കുകയാണ്. ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തുക മാറ്റിവെക്കും. അങ്ങനെ വെക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും ആ തിളക്കം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 1995 സ്ഥാപിതമായ കമ്പനിയാണ്. ഹൈദരാബാദ് ബേസ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ EPC സെഗ്മെന്റ് ആയാലും, അതുപോലെ BOT, അതുപോലെ HAM ബേസ് ചെയ്തിട്ടായാലും, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, അതുപോലെ ഹൈവേ, ബ്രിഡ്ജുകൾ ആൻഡ് ഫ്ലൈ ഓവേഴ്സ് ഒക്കെയാണ് ഇവർ ചെയ്യുന്ന പ്രൊജക്ടുകൾ. ഈ കമ്പനിയുടെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2023 ഡിസംബർ പ്രകാരമുള്ള കണക്ക് വെച്ച് 5000 കോടിയുടെ ഓർഡർ ബുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഓർഡർ ബുക്കിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് വരുന്നത് HAM ആയി ബന്ധപ്പെട്ടാണ്. HAM ബേസ് ചെയ്തിട്ട് റോഡ് കോൺട്രാക്ട് ആണ്. അതുപോലെ ഇറിഗേഷന് 31%, മറ്റ് റോഡ്സ് അദ്ദേഹത്തിന് 27%. ഇവരുടെ ക്ലയന്റ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഹൈവേ, അതുപോലെ ഗവൺമെന്റ് ഓഫ് തെലങ്കാന, കർണാടക, അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇപ്പൊ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 9669 കോടിയാണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 344 രൂപയിലാണ്. 237 രൂപയാണ് സ്റ്റോക്കിന്റെ ലോ ആയിട്ട് പോയത്. 52 വീക്കിന്റെ ലോയും 407 എന്ന് പറയുന്നത് 52 വീക്കിന്റെ ഹൈയുമാണ്. മറ്റൊന്ന് സ്റ്റോക്കിന്റെ PE ആണ്. 12.8 ആണ് സ്റ്റോക്കിന്റെ PE. ബുക്ക് വാല്യൂന് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 126 രൂപയാണ്. ഡിവിഡന്റ് ഈൽഡ് ഒക്കെ വളരെ ചെറിയ രീതിയിലുള്ള ഡിവിഡന്റ് ഈൽഡ് ആണ്. ROCയിലേക്ക് നോക്കുമ്പോൾ 25.4% ROCയും, ROE എന്ന് പറയുന്നത് 23.8%, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 23.8%. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് ടെക്നിക്കൽ ചാർട്ടൊക്കെ പരിശോധിച്ച് കാണാൻ സാധിക്കും. 2023 വരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ജൂൺ മാസത്തിലൊക്കെ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടി സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ അവർക്ക് 24%. പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് ഡിക്രീസ് ആണ്. അതാണ് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു കാര്യമായിട്ട് വരുന്നത്. മറ്റൊന്ന് ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സെയിൽസിലേക്ക് നോക്കുമ്പോൾ 2021 മുതൽ സെയിൽസിൽ ഒരു വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. 2024 1414 CR ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 2021 95 കോടിയായിരുന്നു. 24ലേക്ക് വന്നപ്പോൾ 341 കോടിയാണ്. EPS 12 രൂപയാണ്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 12 രൂപയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആനുവലി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2013 സെയിൽസ് 765 ആയിരുന്നു. 2024ലേക്ക് വന്നപ്പോൾ 4429 സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1048 ആണ്. 2024 വന്നപ്പോൾ 2013 117 CR മാത്രമാണ്. മറ്റൊന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 2013 49 കോടി മാത്രമുണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് 2024ലേക്ക് വന്നപ്പോൾ 752 CRയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് ഈ കമ്പനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ സെയിൽസ് ഗ്രോത്ത് 10 കൊല്ലത്തിൽ 17%. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഇയറിൽ 33% കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്റ്റോക്ക് പ്രൈസിന്റെ CAGR നോക്കുമ്പോൾ 42%. റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയറിൽ 24% കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് റിസർവേഴ്സ് ആണ്. റിസർവേഴ്സിലേക്ക് നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിലെ റിസർവേഴ്സ് എന്ന് പറയുമ്പോൾ 3498 റിസർവേഴ്സ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. കടം എന്ന് പറയുന്നത് 1262 CRന്റെ കടം മാത്രമാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ് കാണാൻ സാധിക്കുന്നത്, 162 കോടിയുടെ ക്യാഷ് ഫ്ലോ. മറ്റൊന്ന് നമുക്ക് നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് 50% താഴെയാണ്. 48.81% പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 8.18% ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ DIA ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 30.75% ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക്കിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 12.27% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. മറ്റൊരു കമ്പനി നോക്കുകയാണെങ്കിൽ അശോക ബിൽഡ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ എൻഗേജ് ആയിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഓൺ EPC ആൻഡ് BOT ബേസ്. അതുപോലെ തന്നെ ഇവർ ഓൾസോ ഇൻവോൾവ് ഇൻ സെയിൽസ് ഇൻ റെഡി ടു മിക്സ് കോൺക്രീറ്റിന്റെ സെയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഈ മേഖലയിലുള്ള ഒരു ബിഗ് പ്ലെയർ തന്നെയാണ്. ഇവരുടെ വർക്കുകൾ വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഹൈവേ ആൻഡ് ബ്രിഡ്ജ്, അതുപോലെ പവർ,
റെയിൽവേ വർക്ക് വരുന്നുണ്ട്, റെയിൽവേയുടെ ബിൽഡിംഗ് വരുന്നുണ്ട്, അതുപോലെ സിറ്റി ഗ്യാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ 41 PPP പ്രൊജക്റ്റുമായി ഇവരുടെ പ്രസൻസ് ഉണ്ട്. 20 സ്റ്റേറ്റിലായിട്ട്, 20 കൂടുതൽ സ്റ്റേറ്റിലായിട്ട്. PPP എന്ന് പറയുന്നത് HAMന്റെ മോഡൽ വരുന്നതാണ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പാണ് PPP. അതും ഗവൺമെന്റിനും അതുപോലെ കമ്പനിക്കും ഒരുപോലെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു ബേസ് ആണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 6199 CR മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 221 രൂപയിലാണ്. 89 രൂപയാണ് സ്റ്റോക്കിന്റെ 52 വീക്ക് ലോയും. ഹൈ എന്ന് പറയുന്നത് 249 രൂപയാണ്. മറ്റൊന്ന് ഈ സ്റ്റോക്കിന്റെ PE ആണ് 14 സ്റ്റോക്കിന്റെ PE. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 79 രൂപയാണ്. ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ കാര്യത്തിൽ ഇവിടെ 0% എഴുതിയിരിക്കുന്നത്. അതുപോലെ ROCയിലേക്ക് നോക്കുമ്പോൾ 35.3%, ROയിലേക്ക് നോക്കുമ്പോൾ 22.2% ROE ഉണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപ ഫേസ് വാല്യൂലാണ് സ്റ്റോക്കിന്റെ നിൽക്കുന്നത്. ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നു 2023 100 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ്. പിന്നീട് മുകളിലേക്ക് പോയിട്ടുണ്ട്. കമ്പനിയുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി ഹാസ് ബീൻ ഗുഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 3 ഇയേഴ്സിന്റെ ഒരു ROE നോക്കുവാണെങ്കിൽ 29%. അതുപോലെ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 10 വർഷത്തിൽ 21%. മറ്റൊന്ന് നെഗറ്റീവ് സൈഡുകൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ഔട്ടിന്റെ കാര്യം തന്നെയാണ്. അതുപോലെ ലോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതുപോലെ അവർ കാണുന്നത് ഹൈ ആയിട്ടുള്ള ഒരു കടങ്ങൾ തന്നെയാണ്. നമ്മൾ പരിശോധിക്കാം കമ്പനിയുടെ കടം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് 2021 1736 കോടിയായിരുന്നു. 2024 വന്നപ്പോൾ 3052 കോടിയുടെ സെയിൽസ് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന 626 കോടിയാണ്. 480 നിന്നാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 254 CR കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ 2023 ഡിസംബറിനെ കമ്പയർ ചെയ്യുമ്പോൾ 99 കോടിയിൽ നിന്നാണ് ഉയർന്നിട്ടുള്ളത്. പക്ഷേ നേരത്തെ നമ്മൾ 2021 153 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. EPS എന്ന് പറയുന്നത് ക്വാർട്ടറിൽ 8.89 ഇയർലി ഉള്ള ഒരു ചാർട്ടും കൂടി പരിശോധിച്ച 2024 നോക്കുമ്പോൾ 9798 കോടിയായിട്ട് സെയിൽസ് ഉയർന്നിട്ടുണ്ട്. 2013 1853 CR മാത്രമായിരുന്നു ഉള്ളത്. അപ്പോൾ സെയിൽസ് വളരെ വലിയ രീതിയിൽ ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2233 CR ആണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും 2013 വെറും 372 CR മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 45 കോടിയിൽ നിന്ന് 521 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുള്ളത്. വളരെ വലിയ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് ഉയർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പല ഡിപ്പുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും, പല സമയങ്ങളിൽ നെറ്റ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ കമ്പനി റിക്കവർ ചെയ്ത് പോസിറ്റീവിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത്. EPS എന്ന് പറയുന്നത് 17.92 EPS. മറ്റൊന്ന് സെയിൽസ് ഗ്രോത്ത് ആണ്. 10 കൊല്ലത്തിൽ 19%, 3 വർഷത്തിൽ 25%. 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 17%. അതുപോലെ ഒരു വർഷത്തെ സ്റ്റോക്കിന്റെ CAGR നോക്കുമ്പോൾ 138%. ROE 22%. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ 2080 റിസർവേഴ്സ് മാത്രമാണ് കാണുന്നത്. കടങ്ങൾ എന്ന് പറയുന്ന 5450 കോടിയുടെ കടത്തിന്റെ കാര്യം ബാലൻസ് ഷീറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ കടം ഉള്ളൊരു കമ്പനി ആയിട്ടാണ് കാണുന്നത്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. 575 CR ആണ് ക്യാഷ് ഫ്ലോ കാണുന്നത്. മറ്റൊന്ന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. 54.47% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIയുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 7%, 7.63% FIയും. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 19.32% ഹോൾഡ് ചെയ്യുന്നത്. 2024 മാർച്ചിന് അപേക്ഷിച്ച് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് പബ്ലിക് ആണ്. പബ്ലിക്കിന്റെ ഹോൾഡ് 18.57%. കഴിഞ്ഞ ഈ ക്വാർട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ 20.66% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ PNC ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി എൻഗേജ് ആയിരിക്കുന്ന ബിസിനസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഇൻക്ലൂഡിംഗ് ഹൈവേ ആൻഡ് ബ്രിഡ്ജ്, ഫ്ലൈ ഓവേഴ്സ്, പവർ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് ടവേഴ്സ്, അതുപോലെ എയർപോർട്ട് റൺവേ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അതർ ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് PNC ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 13,012 CR മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അതുപോലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 507 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്കിന്റെ ഹൈ ലോയും നോക്കുവാണെങ്കിൽ 310 രൂപ ലോയും 575 രൂപ ഹൈയുമാണ്.
സ്റ്റോക്കിന്റെ പി എന്ന് പറഞ്ഞാൽ 14.3 ബുക്ക് വാല്യൂ 202 രൂപ. ROCയിലേക്ക് നോക്കുമ്പോൾ 16.1%, അതുപോലെ ROE എന്ന് പറയുന്നത് 19.2%. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ടെക്നിക്കൽ ചാർട്ട് എടുത്ത് നോക്കി 2023 350 രൂപ ട്രേഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി ഏകദേശം 52 വീക്ക് ഹൈ ടച്ച് ചെയ്തുകൊണ്ട് വീണ്ടും 500 ലെവലിനടുത്ത് വന്നിരിക്കുന്നതാണ് കാണാൻ സാധിക്കും. കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകൾ നെഗറ്റീവ് സൈഡും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ CAGR എന്ന് പറയുന്നത് 22.4%. നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പോൾ ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് 4293 CR ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ 2021 1864 കോടിയുടെ സെയിൽസ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 24 ആയപ്പോൾ 2600 കോടിയുടെ സെയിൽസിലേക്ക് വന്നിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 736 CRന്റെ കഴിഞ്ഞ 2021 വന്നപ്പോൾ 420 ആയിരുന്നു. മറ്റേ നമ്മൾ നോക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 2024 396 CRന് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 2021 150 CR നെറ്റ് പ്രോഫിറ്റ് ആണ്. EPS എന്ന് പറഞ്ഞാൽ 15 രൂപ EPS ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2013 സെയിൽസ് എന്ന് പറയുന്നത് 1306 CR ആയിരുന്നു. അതുപോലെ 2024 വന്നപ്പോൾ 8650 CRന്റെ സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2013 മുതൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് സെയിൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റേക്കാണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 75 CRൽ നിന്നാണ് നമുക്ക് 909 CRലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുകയാണ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നത്. നോക്കുവാണെങ്കിൽ ക്രമാതീതമായിട്ടുള്ളൊരു വർധനവ് 2014-15 കാലഘട്ടത്തിലൊക്കെ ചെറിയൊരു വളർച്ചയായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. 2023 658 CRന്റെയാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. EPS എന്ന് പറയുന്നത് 35 രൂപയുടെ EPS ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് 2% കാണും. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തിൽ 25%, അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസിന്റെ CAGR നോക്കുമ്പോൾ ഒരു വർഷത്തിൽ 45%. ലാസ്റ്റ് ഇയറിലെ റിട്ടേൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 19%. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ റിസർവേഴ്സ് എന്ന് പറയുന്നത് 5134 CR ആണ്. കടങ്ങൾ എന്ന് പറയുമ്പോൾ 8025 കോടിയുടെ കടങ്ങൾ ഉള്ളതായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. ക്യാഷ് ഫ്ലോയിലേക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. 586 CRന്റെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് 56% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. FIA എന്ന് പറയുന്നത് 10.83% FIA ഹോൾഡ് ചെയ്യുന്നത്. DAയുടെ ഹോൾഡിംഗ് 26.36% DA ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 6.74% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. ഈ 3 കമ്പനികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കടങ്ങൾ ഇല്ലാതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ROEയിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ മികച്ച ROE ഉള്ള കമ്പനിയും KNR കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമുക്ക് ഈ കമ്പനികളുടെ ഓർഡർ ബുക്കും കാര്യങ്ങളും അതുപോലെ ടെക്നിക്കിലേക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.